വെളുക്കുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അലി റളിയല്ലാഹു അൻഹു കാണുന്നത് ഫാത്തിമ ബീവി പല്ലേക്കുന്നത് ആ കൊള്ളിക്കഷണം കൊണ്ട്. ഉടനെ ഫാത്തിമ ബീവിന്റെ മുഖത്ത് നോക്കി അലി കപട ഗൗരവം വരുത്തിയിട്ട് ചോദിച്ചു, ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ടിൽ ആ കൊള്ളിക്കഷണം വന്നല്ലേ? അതെന്റെ ചുണ്ടാണ് ഫാത്തിമ. ഫാത്തിമ ബീവി ആ പല്ല് തേപ്പ് അവസാനിപ്പിച്ച് വാ കഴുകി ഓടിച്ചെന്ന് അലിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അലി, ആ ചുണ്ട് താങ്കളെ കാത്തിരിക്കുകയാണ്. എന്ത് രസാ മനുഷ്യരെ അവരെ ജീവിതം. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തല മുകളിൽ തട്ടുന്ന കൂരേ അവർക്കുള്ളൂ. വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. സഞ്ചരിക്കാൻ പളവളാമിന്നുന്ന വാഹനമോ ശീതീകരിക്കപ്പെട്ട റൂമുകളോ അവർക്കില്ല. എന്നിട്ടും അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു. അതേ പ്രവാചകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി. ഇന്ന് പല രക്ഷിതാക്കൾക്കും പേടിയ. മക്കൾ നോക്കുവോ, വാർദ്ധക്യത്തിലെത്തിയാൽ ഏതെങ്കിലും വടവരാന്റെ കുണ്ട ചാക്കുവോ, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് ചിട്ടേച്ചു പോരുവോ? മക്കളും മര്യക്കളെ കൈമന്ന് ഒരിറക്ക് വെള്ളം കിട്ടുന്നില്ല. സ്വന്തം വീട്ടിൽ ഒരു പട്ടിന്റെ വില പോലും ഞങ്ങൾക്കില്ലാന്ന് സങ്കടപ്പെടുന്ന രക്ഷിതാക്കളെ, മക്കളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? മക്കൾക്കും മര്യക്കൾക്കും ദീനുണ്ടാവണം. അള്ളാന്റെ റസൂൽ അത് നോക്കി കെട്ടിയതിന്റെ ഗുണം റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു ഉണക്ക റൊട്ടിയുമായിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നു. അലി റളിയല്ലാഹു അൻഹു അത് 4 മുറിച്ചു. ഒരു കഷണം ഫാത്തിമ ബീവിക്ക് കൊടുത്തു, ഒന്ന് ഹസന് കൊടുത്തു, ഹുസൈൻ, മൂന്നാമത്തത് അലി ഇബ്നു അബീ ത്വാലിബും കഴിച്ചു. 3 ആണുങ്ങളും തിന്നു തുടങ്ങിയപ്പം തന്റെ കൈമ കിട്ടിയ റൊട്ടിക്കഷണത്തിലേക്ക് നോക്കി ഫാത്തിമ ബീവി കണ്ണീരടയ്ക്കാൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയുന്നത്? നിന്നെ നല്ല നിലക്ക് പരിപാലിക്കാൻ പറ്റാത്ത ഒരു മൊണ്ണനായ ഭർത്താവാന്ന് തോന്നുന്നുണ്ടോ ഫാത്തിമ നിനക്ക്? എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ ഫാത്തിമ നിനക്ക് വയറ് നിറച്ചു തരാൻ. പക്ഷെ ഫാത്തിമ ബീവി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അലി, എനിക്ക് ഈ റൊട്ടി കിട്ടിയപ്പോ ഓർമ്മ വന്നത് എന്റെ വാപ്പനെയാ, എന്റെ റസൂലിനെ. പിന്നീട് ആ റൊട്ടിയുമായി ഫാത്തിമ ബീവി വീട്ടിലേക്ക് ഓടുക. ഓടിച്ചെന്ന് റസൂലുള്ളാന്റെ കൈമലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, പാപ്പാ, ആ റൊട്ടിക്കഷണം കിട്ടിയപ്പോ എനിക്ക് ഇങ്ങളെയാ ഓർമ്മ വന്ന്. അള്ളാന്റെ റസൂല് ആ റൊട്ടിക്കഷണം കൈമ പിടിച്ച് ഫാത്തിമ ബീവിനോട് പറയുന്നൊരു വാക്കുണ്ട്, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ഭക്ഷണമാണിത്. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണിത്. ഞാനും ആയിഷയും കഴിഞ്ഞ 3 ദിവസമായി പട്ടിണിയും പച്ചവെള്ളവുമാ ഫാത്തിമ. എന്നിട്ടാ കിട്ടിയ കഷണത്തിൽ നിന്ന് ഒരു കഷണം മുറിച്ച് ഫാത്തിമ ബീവിന്റെ വായിലും ഒരു കഷണം ആയിഷ ബീവിന്റെ വായിലും ഒരു കഷണം റസൂലും വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ പടച്ചോന്റെ കോടതിയിൽ അല്ല തന്ന ഓരോന്നിനെ പറ്റിയും ചോദ്യം ചെയ്യാതെ അല്ല നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. അത്രക്ക് മനോഹരായിരുന്നു അവരെ ജീവിതം, അത്രക്ക് ആനന്ദമായിരുന്നു അവരെ ജീവിതം. അവസാനം ഫാത്തിമ ബീവി മരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് സ്വന്തം കൈകൊണ്ട് ഫാത്തിമ ബീവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഫാത്തിമാനെ വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. കബറിന്ന് മുകളിലേക്ക് കയറാത്ത അലിയോട് സഹാബാക്കൾ പറഞ്ഞു, കയറലി, മതി, അത്രയൊക്കെ സങ്കടം മതി അലി. അലി ഇബ്നു അബീ ത്വാലിബ് കബറിന്റെ മുകളിലേക്ക് കയറി 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, അലി, എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത്? കണ്ണീരോടെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീയില്ലാത്ത ഈ ലോകം വല്ലാത്ത വേദനയാണ് ഫാത്തിമ. നീയില്ലാതെ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫാത്തിമ. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഫാത്തിമ, നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന്. അതാ മനുഷ്യരെ ജീവിതം. അത്ര രസാ ഇസ്ലാമിലെ കുടുംബം. ഇതൊന്നും ആർക്കും വേണ്ട, ആളുകൾക്ക് പൈസ മതി. അതുകൊണ്ട് മറന്നോടുക പണത്തിന്റെ പിന്നാലെ, ആർത്തി പിടിച്ച് സമ്പാദിക്കുക. സൽപ്പേരും കുളൂസും ദുനിയാവിലെ ജീവിതത്തിന്റെ ഈഗോയും പൊങ്ങച്ചവും കാണിച്ച് ജീവിക്കുമ്പം ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ, ഒരു 10 ദിവസമെങ്കിലും ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ? മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് ഉമ്മ കൊടുക്കാൻ വാപ്പാനോട് മക്കൾ പറഞ്ഞപ്പം ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ്, മരിച്ച മയ്യത്തിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് അകത്തേക്ക് കയറുന്ന വാപ്പ മക്കളോട് പറഞ്ഞോലെ, മക്കളെ, ഉമ്മാന്റെ കയ്യിന്റെ അടിയിൽ നിറയെ കറിക്കത്തിന്റെ അടയാളുണ്ട്. മക്കൾ അറിഞ്ഞു, വാപ്പയെ കഴിഞ്ഞ 10 കൊല്ലായിട്ട് ഉമ്മാന്റെ കൈമൽ അതുണ്ട്. വാപ്പ കാണാഞ്ഞിട്ടാ, വാപ്പയൊന്ന് കൈ പിടിച്ചോ കാഞ്ഞിട്ടാ, വാപ്പയൊന്നും ഉമ്മാക്കൊരു നല്ല സന്തോഷത്തോടെ സമീപിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പടച്ച റബ്ബ് നൽകുന്നത് കുറച്ച് കാലാണെങ്കിലും അത് പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണം. ഞാൻ സംസാരിക്കുന്നത് സഹോദരൻ ആഷിർ അലിയോടാ. ഒരു നല്ല ഭർത്താവ് എന്നാൽ കപ്പട മീശ, 6 പാക്ക് ബോഡി, 6 ശമ്പളം, സിനിമാങ്ങടന്റെ ലുക്ക് അല്ല. ഒരാണിന്റെ ലുക്കോ എന്റെ സൗന്ദര്യമോ അല്ല. ചില സ്ത്രീകളുണ്ടല്ലോ, ആണിന്റെ ലുക്ക് കണ്ടിട്ട് ഓന മതിന്ന് വാശി പിടിക്കും. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വീട്ടിക്ക് കണ്ണീരുമായിട്ട് വരുന്ന മോളോട് ചില വാപ്പാരുമാര് ചോദിക്കും,
എന്താ മോളെ, എനക്ക് ആ വീട്ടിൽ സന്തോഷല്ലേ? ചില പെൺകുട്ടികൾ സങ്കടപ്പെട്ടിട്ട് പറയും, ഉമ്മ കാണാനുള്ള ഭംഗി തന്നെ ഉള്ളൂ, സ്വഭാവം ഒരു 5 പൈസക്കും പറ്റൂലമ്മ. മൂക്കത്താ ദേഷ്യം. ഒന്നേ ഞാൻ രണ്ടാമത്തേന് തെറി വിളിക്കും. കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട്, അവളെ മരിച്ചോയ വലിയപ്പാര പറയുന്നവരുണ്ട്, വളർത്തുദോഷം പറഞ്ഞിട്ട് കുടുംബത്തെ തെറി പറയുന്നവരുണ്ട്. ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ. ആലോചിച്ചു നോക്കൂ, ഇന്ന് വിവാഹിതയാകുന്ന റഷാ ഫാത്തിമ ആ വീട്ടിൽ അധികപ്പറ്റായിട്ടല്ല വാപ്പ കൈ പിടിച്ചെടുക്കുന്നത്. ഈ വാപ്പാക്ക് നോക്കാൻ കഴിവില്ലാഞ്ഞിട്ടുമല്ല, മറിച്ച് ആ വാപ്പക്കും ഉമ്മക്കും അറിയാം, കുറച്ച് കാലം കഴിഞ്ഞാ ഞാൻ മണ്ണിന്റെ അടിക്ക് പോകും, അന്നിന്റെ മോക്കൊരു കാവല് വേണം. ആ പ്രതീക്ഷയില 10-21 കൊല്ലം രാജകുമാരിയെ പോലെ കൊണ്ടുവരുന്ന ഒരു പെണ്ണിനെ എന്റെ കൈമലേക്ക് പിടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പൊരയിലിട്ട് കൈത്തരിപ്പോണ്ടും നാവുകൊണ്ടും ജയിച്ച അല്ല പറയാ, ഓൻ എന്താണ്? അള്ളാന്റെ കണ്ണിൽ ഓൻ ഇരുകാലി മൃഗം മാത്ര. കെട്ടിയ പെണ്ണിനെ കൈകൊണ്ടും നാവുകൊണ്ടും ജയിക്കുന്നോൻ. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം, സ്നേഹം കൊണ്ട് ബഹുമാനിക്കണം. അവൾക്കും സ്വപ്നങ്ങളുണ്ടെന്നറിയണം. അവളെ കുടുംബത്തിന്റെ കുടുംബമായിട്ട് പരിഗണിക്കണം. അങ്ങനെ ഒരു നല്ല ഭർത്താവാകാൻ സഹോദരൻ ആഷിർ അലിക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കൂടെ സഹോദരി റഷാ ഫാത്തിമയോടും മുഴുവൻ പെങ്ങന്മാരോടും, ആരാ അമ്മാരെ നല്ല പെണ്ണ്? വിവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആഭരണം കണ്ടിട്ടും പുരട്ടാൻ മാത്രമുള്ള ഫേഷ്യൽ ക്രീമിന്റെ ആ ഭംഗി കണ്ടിട്ടുവാ. നിങ്ങളെ ഭംഗി കണ്ടിട്ട് ഒരാണുങ്ങളെ നോക്കുന്നുണ്ടേ ഓൻ പൊട്ടനാ. കാരണം പെണ്ണിന്റെ മൊഞ്ചോള മനസ്സിനാ, അതോളെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ. അങ്ങനെ കുടുംബത്തിൽ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ കുടുംബം സ്വർഗം പോലെ ആണുങ്ങൾ കൊണ്ടടക്കും. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പം ബൈപ്പാസിന്റെ സൈഡിൽ ഈ മഴ കൊണ്ടുകൊണ്ട് ഒരുത്തൻ 80 ഉറുപ്പ്യന്റെ ബിരിയാണിന്റെ പെട്ടി കാണിച്ച് വിലപേശുക, 40 ഉറുപ്പ്യന്റെ മാസ്കും പിടിച്ചോൻ വെയിൽ കൊള്ളുക, ഓൻ മഴ കൊള്ളുക. മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ഓൻ നാട്ടിക്ക് പൈസ അയക്കുക. എന്തുകൊണ്ടാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നറിയോ? ഉമ്മാരെ നിങ്ങൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. നിങ്ങൾ ഇപ്പോഴും ധരിച്ചതൊരാണിന്റെ വേർപ്പ, നിങ്ങൾ ഇപ്പോഴും കഴിക്കുന്നതൊരാണിന്റെ ത്യാഗ. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആണിന് ആയുസുള്ളത് കൊണ്ടാണ്. ആ ജീവിച്ചിരിക്കുന്ന ആണിനൊരു മനസ്സമാധാനം കൊടുക്കാനും ഓന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് സന്തോഷം കൊടുക്കാനും പറ്റിയിട്ടില്ലേ? നാട്ടിൽ ഏതാണുങ്ങളെ മനസ്സിൽ രോമാഞ്ചം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ്. അവന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണുന്നവളാണ്. അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഭാര്യയുമാകാൻ സഹോദരി റഷാ ഫാത്തിമക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി എല്ലാവരോടും കൂടി, ഇത്രയുള്ളൂ ഇസ്ലാമിലെ വിവാഹം. ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന് 3 തവണ പ്രാർത്ഥിക്കണം. ശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും വർഹംഹും വ ബാരിക് ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ഈ കുടുംബങ്ങൾക്ക് ഇനി കൊടുക്കണേ റബ്ബേന. ഒരു കല്യാണത്തിന് വന്ന് ഇത് രണ്ടും ചൊല്ലാതെ ഇറങ്ങിപ്പോകുമ്പം അള്ള മലക്കളോട് പറയുന്ന ഒരു ഗുണമില്ലാണ്ട് തിന്നു പോണത് കണ്ടോന്ന്. ഇതാർക്കും വേണ്ട. പറഞ്ഞു കൊടുക്കേണ്ടവര് പറഞ്ഞു കൊടുക്കുന്നില്ല, ചൊല്ലേണ്ടവർക്ക് അത് അറിയേയില്ല. പടകം പൊട്ടിക്കലും പാട്യച്ചു തുള്ളലും JCBയിലും പിയാപ്പനെ കൊണ്ടുവരലും ഒട്ടകപ്പുറത്ത് കയറ്റലും ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ സുന്നത്ത് എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ട. 1000 ആളെ കൊണ്ട് നടത്തിച്ച കോലാഹലം 5 ആളെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ചിട്ട് ചെയ്യിച്ചോന ആകാശത്തുള്ളത് എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടില്ലെങ്കിൽ നാളെ അള്ളാന്റെ കണ്ണിൽ ഞാനും നിങ്ങളും ഒക്കെ കുറ്റവാളികളായിത്തീരും. അങ്ങനെയാവാതിരിക്കാൻ ഓരോ കുടുംബത്തിലും ഓരോരുത്തരും ശ്രദ്ധിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപ്പുര മരിച്ച പൊരയൊലാക്കണം എന്നല്ലട്ടോ. കുട്ടികൾ കളിക്കട്ടെ, പാട്ട് പാടട്ടെ, തുള്ളട്ടെ. പുതിയാപ്പന 5-6 ചെറുപ്പക്കാരൊന്ന് കൈ കുട്ടി കൊണ്ടുവരലൊന്നും കുറ്റല്ല. കൂളിംഗ് ഗ്ലാസ് ഇടലും ഒരേ കുപ്പായിടലൊന്നും കുറ്റല്ല. പക്ഷെ 25,000ന്റെ പൊട്ടിത്തീരുമ്പം 25 ഉറുപ്പ്യക്ക് കഞ്ഞിക്കും പയറിനും ഇപ്പോഴും ക്യൂ നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട് മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് വാപൊട്ടുന്നവരുണ്ട്. ഇപ്പോഴും നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുണ്ട്. വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാണകം തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന സുഡാനുകളുണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പം ഒരു ഗുണമില്ലാണ്ട് പൊട്ടിച്ച് കളയരുതെന്നേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. വസല്ലല്ലാഹു അലാ നബീന. ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം അള്ളാഹുവിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കണ്ണിന് കുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, നല്ല ആളുകൾക്ക് ഇമാമാക്കാൻ പറ്റുന്ന സന്താനങ്ങളെ ഈ ഇണകൾക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്. ആരുടെ ഹൃദയത്തിനാണോ റബ്ബെ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.